ഹിന്ദു കലണ്ടറിലെ മാർഗശീർഷ മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ഏകാദശിയിൽ ഉൽപ്പന്ന ഏകാദശി അല്ലെങ്കിൽ ഉൽപ്പട്ടി ഏകാദശി എന്നും അറിയപ്പെടുന്നു. എന്നിരുന്നാലും ഗ്രിഗോറിയൻ കലണ്ടറിൽ നവംബർ മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങൾക്കിടയിലാണ് ഇത് വരുന്നത്. ഏകാദശി വ്രതം ആരംഭിക്കുന്ന ഹിന്ദു ഭക്തർ ഉൽപ്പന്ന ഏകാദശിയോടെയാണ് ആരംഭിക്കേണ്ടത്. വർത്തമാന മുൻകാല ജീവിതത്തിലെ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തി നേടാൻ ഈ ഏകാദശി ഉപവാസം സഹായിക്കുമെന്ന് ഒരു പൊതുവിശ്വാസമുണ്ട്. മുരാസുരൻ എന്ന അസുരനെ പരാജയപ്പെടുത്തിയ മഹാവിഷ്ണുവിന്റെ വിജയത്തെയാണ് ഉൽപ്പന്ന ഏകാദശി ആഘോഷിക്കുന്നത്. ഹിന്ദു ഐതിഹ്യങ്ങൾ അനുസരിച്ച് ഏകാദശി മാതാവിന്റെ ജനനം ഉൽപ്പന്ന ഏകാദശി ദിവസത്തിലാണ്. ഇന്ത്യയുടെ വടക്കൻ സംസ്ഥാനങ്ങളിൽ ഈ ഏകാദശി മാർഗശീർഷ മാസത്തിലാണ് ആഘോഷിക്കുന്നത്. അതേസമയം ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, കർണാടക, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ ഉൽപ്പന്ന ഏകാദശി കാർത്തിക മാസത്തിലാണ്. മലയാളം കലണ്ടറിൽ ഈ മാസം വൃശ്ചിക മാസം അല്ലെങ്കിൽ തുലാം എന്നും തമിഴ് കലണ്ടറിൽ കാർത്തിക മാസം അല്ലെങ്കിൽ ഐപ്പസി എന്നും അറിയപ്പെടുന്നു. ഉൽപ്പന്ന ഏകാദശിയുടെ പ്രധാന ദേവതകൾ വിഷ്ണുവും മാതാ ഏകാദശിയുമാണ്. ഉൽപ്പന്ന ഏകാദശിയിലെ പ്രധാനപ്പെട്ട സമയങ്ങൾ എന്നുള്ളത് സൂര്യോദയം 2025 നവംബർ 15 രാവിലെ 6:44, സൂര്യാസ്തമയം 2025 നവംബർ 15 വൈകുന്നേരം 5:38. ഏകാദശി തിഥി ആരംഭിക്കുന്നത് 2025 നവംബർ 15 പുലർച്ചെ 12:50. ഏകാദശി തിഥി അവസാനിക്കുന്നത് 2025 നവംബർ 16 പുലർച്ചെ 2:37. പരാന സമയം നവംബർ 16 ഉച്ചയ്ക്ക് 1:16 മുതൽ ഉച്ചയ്ക്ക് 3:27 വരെ. സത്യയുഗത്തിൽ ബ്രഹ്മാവിന്റെ വംശത്തിൽപ്പെട്ട താലജംഗന്റെ മകനായ മുരസുരൻ എന്ന അസുരൻ സ്വർഗത്തിൽ ഒരു മാരകമായ ആക്രമണം നടത്തി. ദേവന്മാർ യുദ്ധത്തിൽ തകർന്നു. മുരസുരൻ അവരെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. പരാജിതരായ ദേവന്മാർ അവരുടെ രാജാവായ ഇന്ദ്രന്റെ കീഴിൽ ഒന്നിച്ച് ശിവന്റെ സഹായം തേടി. ശിവൻ അവരോട് വിഷ്ണുവിനെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. കാരണം തന്റെ അമ്പുകളാൽ നിരവധി അസുരന്മാരെ നിഗ്രഹിച്ചതും സുദർശന ചക്രം എന്ന ചക്രം ഉപയോഗിച്ച് അനന്തമായ അസുരന്മാരുടെ തലകൾ വെട്ടിമാറ്റിയതും അദ്ദേഹമാണ്. ഇന്ദ്രൻ മറ്റു ദേവന്മാരോടൊപ്പം വിഷ്ണുവിന്റെ അടുത്തേക്ക് പോയി സഹായത്തിനായി പ്രാർത്ഥിച്ചു. ഈ അസുരനെ ഈ പ്രപഞ്ചത്തിൽ നിന്ന് തുടച്ചു നീക്കാമെന്ന് ഭഗവാൻ വിഷ്ണു പ്രതിജ്ഞ ചെയ്തു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഭഗവാൻ വിഷ്ണു ദേവന്മാരെ ചന്ദ്രാവതി നഗരത്തിലേക്ക് നയിച്ചു. സംഭവങ്ങളുടെ ഗതി മനസ്സിലാക്കിയ അസുരൻ മൂർ വരാനിരിക്കുന്ന വിഷ്ണുവുമായുള്ള യുദ്ധത്തിന് തയ്യാറെടുത്തു. 1000 വർഷത്തിലേറെയായി അവർ കാലത്തിന് പോലും വെല്ലുവിളി ഉയർത്തുന്ന ഒരു ഇതിഹാസ യുദ്ധത്തിൽ ഏർപ്പെട്ടു. മുൻ യുദ്ധത്തിൽ നിന്ന് ഇതിനകം ക്ഷീണിതരായി സുഖം പ്രാപിച്ച ദേവന്മാർക്ക് ശക്തരായ അസുരന്മാർക്ക് മുന്നിൽ മത്സരിക്കാൻ കഴിഞ്ഞില്ല. ഇത് കണ്ടപ്പോൾ വിഷ്ണു യുദ്ധത്തിലേക്ക് പ്രവേശിച്ചു. തീജ്വാലയിലേക്ക് വലിച്ചെറിയപ്പെട്ട നിശാശലഭങ്ങളെ പോലെ സ്വയം കത്തിജ്വലിച്ച അസുരന്മാർ വിഷ്ണുവിനെ നിരന്തരം ആക്രമിച്ചു. പക്ഷെ അവരുടെ അനിവാര്യമായ മരണം സംഭവിച്ചു. കൗമോദകികത, മനസ്സിനെ നിയന്ത്രിക്കുന്ന സുദർശന ചക്രം തുടങ്ങിയ വിഷ്ണുവിന്റെ ദിവ്യമായ ആയുധങ്ങൾ ഉപയോഗിച്ച് അസുരന്മാരെ ഏതാണ്ട് പൂർണ്ണമായി നശിപ്പിച്ചതിന് ശേഷം മഹാവിഷ്ണു തന്റെ അസ്ത്രങ്ങളിൽ പലതും മുരാസുരനിൽ പ്രയോഗിച്ചു. പക്ഷെ അവയെല്ലാം അവന്റെ അടുത്തെത്തുമ്പോഴേക്കും നിർവീര്യമായിരുന്നു. മുരാസുരന്റെ ശക്തി വളരെ വലുതായിരുന്നു. ഒരിക്കൽ ശക്തമായിരുന്ന ആയുധങ്ങൾ അവനെ സമീപിച്ചപ്പോൾ പുഷ്പങ്ങളിൽ നിന്ന് കൊഴിഞ്ഞു വീഴുന്ന മൃദുവായ ഇതളുകൾ പോലെ അവന്റെ ശരീരത്തിൽ പതിച്ചു. മുരാസുരനെതിരെ അസ്ത്രങ്ങൾ ഉപയോഗശൂന്യമാണെന്ന് കണ്ടപ്പോൾ ഭഗവാൻ വിഷ്ണു തന്റെ ശാസ്ത്രങ്ങൾ ഉപയോഗിച്ച് അസുരനെ ആക്രമിച്ചു. യുദ്ധം ശക്തമായി. ആയുധങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടു. തുടർന്ന് പോരാട്ടം മല്ലയുദ്ധം എന്ന പേരിൽ ഒരു കൈകൾ തമ്മിലുള്ള ഗുസ്തി പോരാട്ടമായി മാറി. ഇരുപക്ഷവും വഴങ്ങാൻ തയ്യാറാകാതെ 1000 വർഷത്തിലേറെയായി യുദ്ധം നിരന്തരം തുടർന്നു. ഒടുവിൽ സംഘർഷത്തിന്റെ അനന്തമായ സ്വഭാവം മനസ്സിലാക്കിയ ഭഗവാൻ വിഷ്ണു വിശ്രമമെടുക്കാൻ തീരുമാനിച്ചു. വിശ്രമത്തിനായി ഇന്ന് ബദ്രിനാഥ് എന്നറിയപ്പെടുന്ന ബദ്രികാശ്രം എന്ന സ്ഥലത്തേക്ക് പിൻവാങ്ങി. അവിടെ ഏകദേശം 40 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന ഹേമാവതി എന്ന ഗുഹയ്ക്കുള്ളിൽ അദ്ദേഹം യോഗനിദ്ര അല്ലെങ്കിൽ ആഴത്തിലുള്ള ധ്യാന നിദ്രയിലേക്ക് പ്രവേശിച്ചു. അസുരൻ വിവരമറിഞ്ഞ ഉടനെ ഒറ്റവാതിലുള്ള ഗുഹയിൽ പ്രവേശിച്ചു. വിഷ്ണുവിനെ അസ്തിത്വത്തിൽ നിന്ന് ഇല്ലാതാക്കാൻ തീരുമാനിച്ചു. ഭഗവാൻ വിഷ്ണു ഉറങ്ങുന്നത് കണ്ട ശേഷം മുരസുരൻ അദ്ദേഹത്തെ കൊല്ലാൻ പോയി. ആ അസുരൻ അടുത്തെത്തിയ ഉടനെ ഭഗവാൻ വിഷ്ണുവിന്റെ ശരീരത്തിൽ നിന്ന് ഒരു ദിവ്യകന്യക ഉയർന്നു വന്നു. ആ കന്യക അസാധാരണ സുന്ദരിയും നിരവധി ആയുധങ്ങൾ കൈവശം വച്ചിരിക്കുന്നവളുമായിരുന്നു. അവൾ അസുരനെ ഭഗവാൻ വിഷ്ണുവിൽ നിന്ന് ഓടിച്ചു. ഒരു ചെറിയ ഏറ്റുമുട്ടലിന് ശേഷം അവൾ വേഗത്തിൽ അവന്റെ കഴുത്തിലടിച്ചു. സംഭവ സ്ഥലത്ത് തന്നെ തലയെറുത്ത് യമലോകത്തിലേക്ക് അയച്ചു. ഭഗവാൻ വിഷ്ണു ഉണർന്നപ്പോൾ മുരാസുരന്റെ നിർജീവ ശരീരം കണ്ട് അത്ഭുതപ്പെട്ടു. അമ്പരന്നുപോയി അദ്ദേഹം ചോദിച്ചു,
ആരാണ് ഈ അസുരനെ പരാജയപ്പെടുത്തിയത്? കൂപ്പുകൈകളോടെ ആ യുവതി മറുപടി പറഞ്ഞു, അല്ലയോ പ്രഭു, ഈ ദുഷ്ടാത്മാവ് അങ്ങയുടെ അസ്തിത്വം അവസാനിപ്പിക്കാൻ ഒരുങ്ങുകയായിരുന്നു. അങ്ങയിൽ നിന്ന് ജനിച്ചവളായ ഞാൻ അവനെ കൊന്നു. അവളുടെ ധൈര്യത്തിൽ സന്തുഷ്ടനായ ഭഗവാൻ വിഷ്ണു പറഞ്ഞു, തീർച്ചയായും നീ ഞങ്ങളെ ഈ ഭീഷണിയിൽ നിന്ന് മോചിപ്പിച്ചു. 3 ലോകങ്ങൾക്കും സന്തോഷം കൊണ്ടുവന്നതുപോലെ നീ ആഗ്രഹിക്കുന്ന ഏതു വരവും ചോദിക്കും. ആ കന്യക തന്റെ ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ ദൈവമേ, എന്റെ ഉപവാസം അനുഷ്ഠിക്കുന്ന ഏതൊരാളും എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തനാകുകയും സ്വർഗത്തിൽ പ്രവേശിക്കുകയും ആ ദിവസം തന്നെ ഉപവസിക്കുന്നതിന്റെ പകുതി പുണ്യവും ഒരു നേരത്തെ ഭക്ഷണത്തിന്റെ ഭക്തിപൂർവ്വം പങ്കുചേരുന്നതിന്റെ പകുതി പുണ്യവും ലഭിക്കാൻ എനിക്ക് അനുഗ്രഹം നൽകണമേ. എന്റെ ഉപവാസം അനുഷ്ഠിക്കുന്നവർക്ക് പകൽ ഒരു തവണയും രാത്രി ഒരു തവണയും ഭക്ഷണം കഴിച്ച് ഐശ്വര്യം നൽകണമേ. ഭഗവാൻ വിഷ്ണു അവളുടെ അപേക്ഷ അംഗീകരിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങനെയാകട്ടെ. ഈ പ്രപഞ്ചത്തിന്റെ സംരക്ഷകൻ എന്ന നിലയിൽ നിങ്ങളുടെ ഉപവാസം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരിക്കും. തൃതീയ, അഷ്ടമി, നവമി, ചതുർദശി എന്നിവയേക്കാൾ പ്രിയങ്കരമായിരിക്കും. നിങ്ങളുടെ ഉപവാസത്തിന്റെ ഗുണങ്ങൾ മറ്റെല്ലാ പുണ്യകർമ്മങ്ങളെയും മറികടക്കും. ഈ വാക്കുകളുടെ ഭഗവാൻ വിഷ്ണു രംഗത്തുനിന്ന് അപ്രത്യക്ഷനായി. ഉൽപ്പന്ന ഏകാദശിയിലെ വ്രതം ഏകാദശിയുടെ പ്രഭാതം മുതൽ ദ്വാദശിയിലെ സൂര്യോദയം വരെയാണ്. ചിലർ 10ാം ദിവസം മുതൽ സൂര്യാസ്തമയത്തിന് മുമ്പ് ഒരു സ്വാത്വിക ഭക്ഷണം മാത്രം കഴിച്ചാണ് വ്രതം ആരംഭിക്കുന്നത്. ഉൽപ്പന്ന ഏകാദശിയിൽ അരി കഴിക്കുന്നത് എല്ലാവർക്കും നിരോധിച്ചിരിക്കുന്നു. ഉൽപ്പന്ന ഏകാദശി ദിനത്തിൽ സൂര്യോദയത്തിന് മുമ്പായി ഭക്തർ എഴുന്നേൽക്കുന്നു. ബ്രഹ്മമുഹൂർത്ത വേളയിൽ ഈ ദിവസം ശ്രീകൃഷ്ണനെ ആരാധിക്കുന്നു. പ്രഭാത കർമ്മങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഭക്തർ മാതാ ഏകാദശിക്കും ഭഗവാൻ വിഷ്ണുവിനും പ്രാർത്ഥനകൾ അർപ്പിക്കുന്നു. ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതിനായി പ്രത്യേക ഭോഗവും വഴിപാടുകളും നടത്തുന്നു. ഉൽപ്പന്ന ഏകാദശി ദിനത്തിൽ വേദമന്ത്രങ്ങളും ഭക്തിഗാനങ്ങളും ജപിക്കുന്നത് ശുഭകരമായി കണക്കാക്കപ്പെടുന്നു. ഉൽപ്പന്ന ഏകാദശി ദിനത്തിൽ ദരിദ്രരുമായ ബ്രാഹ്മണർക്ക് ദാനം ചെയ്യണം. ഒരാളുടെ കഴിവിനനുസരിച്ച് ഭക്ഷണം, പണം, വസ്ത്രം അല്ലെങ്കിൽ ജീവിതത്തിലെ മറ്റ് അവശ്യ വസ്തുക്കളായി സംഭാവനകൾ നൽകാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവേത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.